ഇന്ന് പള്ളിപ്പെരുന്നാളിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ എത്തിയതേ ഉള്ളൂ. നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണം ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്ന പള്ളിയിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ആൻറ്റിയുടെ വീട്. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിലും കുറച്ച് സമയം ഒന്ന് കയറിയിരുന്നു. ആൻറ്റി നല്ല ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും കേട്ടോ, അതുകൊണ്ട് വീട് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. ഇന്ന് മ്യൂസിക് നൈറ്റും ലൈറ്റ് ഷോയും ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ലൈറ്റ് ഷോ കാണാൻ പോകുന്നത്. നമ്മൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രദക്ഷിണം പള്ളിയിലേക്ക് എത്തിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കൊടി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റ് ഷോയും ചെണ്ടമേളവും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ഈ ചിങ്കാരിമേളം നടക്കുമ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ എനിക്ക് നീളം കൂടി കുറവാണ്. ഞാൻ സാധാരണ ചെണ്ടമേളത്തിൽ കാണാറുള്ളത് ഈ ചെണ്ട അടിച്ചിട്ട് മുകളിലോട്ട് എടുക്കുന്ന കോല് മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ചെണ്ടമേളം കംപ്ലീറ്റ് എനിക്ക് കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. വയലിൻ ഫ്യൂഷൻ വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തു. നല്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ വന്ന അമ്മയും എല്ലാവരും പറഞ്ഞു ഇത്ര മനോഹരമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ചെണ്ടമേളം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ കാരണം അവർക്ക് പള്ളിപ്പെരുന്നാളും കാണാൻ പറ്റി, ഇതുപോലെ ചെണ്ടമേളം കാണാം. അങ്ങനെ ആ ഒരു ആഗ്രഹവും സാധിച്ചു. പിന്നെ ഞങ്ങൾ മാതാവിനെയും പുണ്യാളനെയും കണ്ടു, നേർച്ചയിട്ടു, വീട്ടിലേക്ക് മടങ്ങി.